നമസ്കാരം. കുറച്ച് നാളുകൊണ്ട് വിചാരിക്കുന്നു ലോ ഓഫ് അട്രാക്ഷൻ്റെ ഒരു ക്ലാസ് ചെയ്യണമെന്ന്. അപ്പോൾ ഈ ലോ ഓഫ് അട്രാക്ഷൻ മാത്രം ചെയ്തിരുന്നാൽ നിങ്ങൾ ലോകത്തിൽ വിചാരിക്കുന്ന എല്ലാ കാര്യവും സാധിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അല്ല. ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മളുടെ കാര്യങ്ങളെ, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ നമ്മളതിനൊപ്പം ഹാർഡ് വർക്ക് കൂടെ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ മാനിഫെസ്റ്റേഷൻസ് ഒക്കെ സാധ്യമാവുള്ളൂ. പൊതുവെ എല്ലാവർക്കുമുള്ള ഒരു തെറ്റിദ്ധാരണയാണ് നമ്മൾ കുറച്ച് മാനിഫെസ്റ്റേഷൻസ്, വിഷ്വലൈസേഷനൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നടക്കുമെന്ന്. പിന്നെ 2019 മുതൽ ലോ ഓഫ് അട്രാക്ഷനും പ്രാണിക്, റേക്കി പോലുള്ള ഹീലിങ്സ് എല്ലാം പഠിച്ചിട്ടുള്ള ഒരാളാണ്, അല്ലെ പ്രാവർത്തികമാക്കിയിട്ടുള്ള ഒരാളാണ്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം നമ്മൾ ഈ ലോ ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ വിഷ്വലൈസേഷൻ, മാനിഫെസ്റ്റേഷൻ എഴുതി വെച്ചതുകൊണ്ട് മാത്രം നമ്മൾക്ക് ഒരിക്കലും സക്സസ് ആവാൻ കഴിയില്ല. പിന്നെ നമ്മൾക്ക് ഉണ്ടാകുന്ന പല ബ്ലോക്കേജസും ആക്ച്വലി ഹെൽത്തിലായാലും, വെൽത്തിലായാലും, മണിയിലായാലും, റിലേഷൻഷിപ്പിലായാലും കുറച്ച് ബ്ലോക്കേജസ് ഉണ്ടാവും. ചക്ര ഹീലിംഗ് പോലുള്ള കാര്യങ്ങൾ കൊണ്ട് അത് നമുക്ക് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ ലോ ഓഫ് അട്രാക്ഷൻ നമ്മുടെ ജീവിതത്തിൽ നല്ലൊരു പങ്ക് വഹിക്കും. പക്ഷെ നമ്മൾ അതിനു വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ അറ്റാച്ച്മെൻറ്റ്, ഡിറ്റാച്ച്മെൻറ്റ് പോലുള്ള കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കണം. കാരണം നമ്മൾ ഏതൊക്കെ കാര്യങ്ങളോട് അറ്റാച്ച് ആവുന്നു ആ സാധനങ്ങളൊക്കെ നമ്മളെ വിട്ട് ഒരിക്കൽ പോകും. ഈവൻ നമ്മളുടെ ഈ ബോഡി വരെ ഉപേക്ഷിച്ച് നമുക്ക് പോകേണ്ടതായിട്ടുണ്ട്. ആ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കാതെ നമ്മൾ പരസ്പരം കാണിക്കുന്ന പക, വിദ്വേഷം, ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ അവരോട് ക്ഷമിക്കാൻ പറ്റാത്തതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുക, ഇതൊക്കെ മനുഷ്യർ കുറേയൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. അപ്പം ഞാനൊരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഈ കോഴ്സ് ഫ്രീ ആണ്. ഇത് ഞാനൊരു 21 ദിവസം എന്നാണ് വിചാരിക്കുന്നത്. ഒരു 30 മിനിറ്റ് ഡെയിലി. പിന്നെ നമ്മൾ ലോങ് ടൈം ആയിട്ടുള്ള കോഴ്സുകളോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ടൈം ഉപയോഗിച്ചുള്ള കോഴ്സുകളോ ആകുമ്പോൾ അത് പെയ്ഡ് ആയിരിക്കും. ഇതിൽ നിങ്ങൾക്ക് ഇത് ചെയ്തിട്ട് എന്തെങ്കിലും ഗുണം കിട്ടിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ചെറിയ ഡൊണേഷൻസ് ചെയ്യാം. അത് നമ്മൾ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്നതായിരിക്കും. നമ്മൾ ഈ ലോകത്ത് ജീവിച്ചിരുന്നിട്ട് പെട്ടെന്നൊരു ദിവസം മാഞ്ഞു പോവുക എന്നതിലുപരി നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് എന്തെങ്കിലും ഉപകാരങ്ങൾ, അത് ചിലപ്പോൾ നമുക്ക് പൈസ തന്നെ കൊടുത്ത് എല്ലാവരെയും സഹായിക്കാൻ പറ്റണമെന്നില്ല. നമ്മൾക്ക് കിട്ടിയ അറിവുകൾ പങ്കുവെച്ച് വേണമെങ്കിലും നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ കഴിയും. മാത്രമല്ല ഈ അസുഖങ്ങൾക്ക് വേണ്ടി മരുന്നുകളൊക്കെ കഴിക്കുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. ചില സമയത്ത് നമ്മൾ എത്ര മരുന്ന് കഴിച്ചാലും ഇത് നമുക്ക് രക്ഷപ്പെടാൻ പറ്റാത്ത പോലെ നമ്മൾ അതിൽ ബുദ്ധിമുട്ടുന്ന സമയമുണ്ട്. 99.99% നമ്മളുടെ മൈൻഡിന് തന്നെ നമ്മളുടെ ബോഡിയെ ക്യൂർ ചെയ്യാനുള്ള കഴിവുണ്ട്. ആ കാര്യങ്ങൾ മനസ്സിലാക്കാതാണ് പലപ്പോഴും നമ്മൾ നിസ്സാര കാര്യങ്ങൾക്ക് മരുന്നിൻ്റെ പുറകേക്ക് ഓടുന്നത്. മരുന്ന് കഴിക്കേണ്ടെന്നല്ല പറയുന്നത്, മരുന്ന് എല്ലാത്തിനും കഴിക്കണം. പക്ഷേ നമ്മളുടെ ബോഡിയിൽ ഇങ്ങനെ ഒരു അത്ഭുതകരമായ കഴിവുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കാണ്ടാണ് നമ്മൾ കൂടുതൽ ആത്മവിശ്വാസമില്ലാതെ മറ്റു പലതും ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോ നിങ്ങളുടെ വീട്ടിലുള്ള മറ്റാർക്കെങ്കിലും ഈ ക്ലാസ് ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അത് നിങ്ങൾ ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്നെക്കൊണ്ട് മെൻ്റലി ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന എന്ത് കാര്യങ്ങൾക്കും എനിക്ക് മെസ്സേജ് ഇടാം. തികച്ചും നല്ല കാര്യങ്ങൾ മാത്രം. അപ്പോൾ ശരി, നന്ദി. വീണ്ടും കാണാം.